ശാരിക ഒരു കാര്യം ഞാൻ ശാരികയോട് ഈ ഡിസ്കഷൻ തുടങ്ങിയ മുതൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശാരികയുടെ ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശാരിക നിർബന്ധമില്ല, അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടുപോയി. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നല്ല വിവരമുണ്ടോ അല്ലേ അച്ഛൻ? അതിലൊരു മൊബൈൽ ഉണ്ട്, അതിനകത്ത് നെറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. എനിക്ക് കാണാതെ നിവൃത്തിയില്ലല്ലോ. ശാരികയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മള് ഈ ശാരിക ഇപ്പൊ പ്രേക്ഷകരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ അതോ ബിഗ് ബോസിൽ പോവാൻ വേണ്ടിയാണോ, അത് എന്താണ് ശാരികയുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ആരെ കാണിക്കാനാണ് ഈ കോപ്രായം കാണിക്കുന്നത്? ശാരി എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയത്തില്ല, പക്ഷെ ഈ റീച്ച് കൂട്ടാൻ വേണ്ടി ശാരികയുടെ ഒരു സംസാര രീതി ഉണ്ട്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈന്റ്സും കിട്ടുന്നുണ്ട്. കേട്ട് ഞാൻ മടുത്തു. ഭയങ്കര റീച്ച് കൂട്ടാൻ വേണ്ടി കവലപ്രസംഗമല്ലോ നടത്തുന്നത്. ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ചാനലിൽ വന്നിരുന്നു, അവരുടെ ഒരു ഷോ ആണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര മോശമാണ് ശാരിക. ഓ, ശാരിക കുറെ നേരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താ ചേട്ടതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നേ? യവന്മാരെ കണ്ണത്ത് നോക്കി ഓരോന്ന് കൊടുക്കാതെ. അതിന്റെ ഒരു കുറവിருக்கு. ഞാൻ നിങ്ങളെ ജാതിയുമായി അധിക്ഷേപിച്ചോ? നിങ്ങളെ സാമ്പത്തികമായിട്ട് അധിക്ഷേപിച്ചോ? നിങ്ങൾ നിറത്തിന്റെ പേരിലോ പേരിന്റെ പേരിലോ അധിക്ഷേപിച്ചോ? കാരണം നോക്കിയാൽ പൊട്ടിച്ചാലോ. നേരമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നത് ഇതിങ്ങനെ കേട്ടിരിക്കാൻ ഈഗോയിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കെന്തോ അസുഖമുണ്ട്. ഇങ്ങനെ ഞാൻ ഭയങ്കര വർക്ക്, ഭയങ്കര സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭയങ്കര ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നീ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇങ്ങനെ അപമാനിക്കുകയാണോ ഡെഡിക്കേഷൻ? ഇതേ ഇന്നൊന്നിലും തുടങ്ങിയതല്ല, ചെറുപ്പം മുതൽ ശീലോ. ഞാൻ ആ ഷോയുടെ രീതി എനിക്ക് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷോ സക്സസ് ആകാൻ ഏതൊക്കെ വരെയും ഞാൻ പോകും. ഷാജി ചേട്ടാ, ഇവിടെ അപ്പൂനെ വിളിച്ചേ, അപ്പൂനെ വിളിച്ചേ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ഇത് ഷോ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടോ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇങ്ങനെ അപമാനിക്കുന്നതാണ് ഒരു ഷോയുടെ രീതി എന്ന്? ആണോ? അതെ അല്ലേ? ഈ കുട്ടിനെ ഒരു കള്ളത്തരങ്ങൾ പഠിപ്പിക്കണേ. ഇങ്ങനെ പറയാനാണ് അപ്പോ ഞാൻ കാര്യം പറഞ്ഞു, ഈ കൊച്ചു കുറെ നേരമായിട്ട് തുടങ്ങി. എനിക്കൊരു പേരുണ്ട് ശാരിക, അത് വിളിച്ചാൽ മതി. കൊച്ചൊന്നും വിളിക്കുന്ന കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ റെസ്പെക്ട് ഇല്ല. നിങ്ങളുടെ പെരുമാറ്റം മൂലം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. നിങ്ങളുടെ പെരുമാറ്റം മൂലം, നിങ്ങളുടെ സംസാരം. ഞാൻ കേസ് കൊടുക്കുക, എന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അമ്മാരിച്ചെന്ന് പറഞ്ഞ കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഓ, കൊച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കേസ് നിങ്ങൾ പോലീസിൽ പോയി കേസ് കൊടുത്തോ? കേസ് കൊടുക്കും, നമുക്ക് രണ്ടിലൊന്നും അറിയാലോ. പോയി കേസ് ഞാൻ നോക്കിക്കോളാം, ബാക്കി ഞാൻ നോക്കിക്കോളാം. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പോലീസും പട്ടാളവും ഒന്നും വന്നാൽ ഒരു രക്ഷയില്ല മാഡം. ഇത് ശരിയാവില്ല. എന്നെ മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ മെന്റലി നിങ്ങൾ എന്ത് ഹറാസ് ചെയ്യുന്നു? എന്റെ പേര് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇൻഫർമേഷൻ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ബോഡി ഷേമിംഗ് ഞാൻ ചെയ്തത്? നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. കുറെ നേരമായിട്ട് അപ്പു തുടങ്ങിയതാണ്. എനിക്ക് അപ്പു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇമ്മാതിരി ഷോയ്ക്ക് ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.